ാണ് ഈ കിടക്കുന്നത്. ഇവരെ സ്നേഹിച്ച വെറുതെയാകില്ല, ഇവരെ ബഹുമാനിക്കുന്നത് വെറുതെയാകില്ല, ഇവരെ ആദരിക്കുന്നത് വെറുതെയാകില്ല, ഇവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് വെറുതെയാകില്ല. കൊടുക്കുന്നതിനനുസരിച്ച് തിരിച്ചു കിട്ടുന്ന സ്നേഹമാണ്. അല്ലാഹുവേ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ, അവരുടെ സ്നേഹം നൽകണേ അല്ലാ. നാം ഇവരെ ആദരിക്കുമ്പോൾ, ഇവരെ ബഹുമാനിക്കുമ്പോൾ, ഇവരെ സ്നേഹിക്കുമ്പോൾ അവരും നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അള്ളാഹു നമുക്ക് ആ സ്നേഹം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ആ സ്നേഹം നമുക്ക് നൽകുമാറാകട്ടെ. എന്നെക്കാളും പരിചയം നിങ്ങൾക്കില്ലേ? ഞാൻ പത്തനാപുരത്ത് കിടക്കുന്ന എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മഖാമിൽ കിടക്കുന്നവരുടെ മഹത്വവും പവിത്രതയും ശ്രേഷ്ഠതയും സ്നേഹവും നിങ്ങൾ അനുഭവിക്കുന്നവരാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ എന്തുവരാൻ നാം ഇവരെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് ഇന്നത്തെ തലമുറ പഠിക്കാൻ തയ്യാറാകുന്നില്ല. കാര്യം കാണാൻ വേണ്ടി പോവാ, നേരെ പോവുക, മക്കളില്ല, രോഗവ, പട്ടിണിയ, പ്രശ്നമാ, പ്രയാസവ, കാര്യം കാണാൻ വേണ്ടി പോകുന്നൊരവസ്ഥ. അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുക, അല്ലാതെ ബഹുമാനം അതിനൊന്നുമില്ല. അങ്ങോട്ട് ചെന്നിട്ട് അവനവൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടി മാത്രം പോകുന്നു, അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി. എന്നാൽ ആ കിടക്കുന്നവരുടെ വലുപ്പവും മഹത്വവും ആർക്കറിയാം? ഞാൻ ചോദിക്കുന്നത്, ഈ കിടക്കുന്നവരുടെ മഹത്വവും പവിത്രതയും നമ്മളിൽ എത്ര പേർക്കറിയാം? നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ തമാശ പറയുന്നത് ആ മക്കാമിനകത്ത് കയറിയെന്നിട്ടാണ്. നമ്മൾ തമാശ പറയുന്നില്ലേ? നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ലേ? നമുക്ക് കളിയും തമാശയും. നമ്മൾ ഈ മക്കാമിൻ്റെ ചുറ്റുഭാഗത്ത് വന്ന് നിന്നിട്ട് നമ്മൾ തമാശ പറയും. ഫോൺ വിളിക്കുന്നത്, ക്ഷീണം